ഹലോ, എൻ്റെ പേര് പ്രീതി. ജീവന്റെ ഇപ്പോൾ ഓഡിയോ ആൻഡ് ട്രെയിലർ റിലീസാണ് ആയത്. അടുത്ത മാസം 18-നാണ് റിലീസ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണണം. ഇതൊരു ട്രൂ ബേസ് സ്റ്റോറിയാണ്, ഡയറക്ടറിന്റെ സ്റ്റോറിയാണ്. സോ ഐ തിങ്ക് എവറിബഡി വിൽ എൻജോയ് ദിസ് മൂവി. ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ബിക്കോസ് ആദ്യം തന്നെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. കായൽ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. ജീവന്റെ ക്യാരക്ടറാണെങ്കിൽ അപ്പൊ ഞാൻ സിനിച്ചേട്ടനോട് അപ്പോഴേ പറഞ്ഞു, ഈ പടം എടുക്കുകയാണെങ്കിൽ നല്ല പടമായിരിക്കും, നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. സോ എനിക്ക് ട്രെയിലർ കണ്ടപ്പോ ആ ഫസ്റ്റ് കേട്ടെന്ന് ട്രെയിലർ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല. എനിക്ക് ലിറ്ററലി ഗൂസ് ബംസ് ആയിരുന്നു ഉണ്ടായത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥാണ് ആക്ട് ചെയ്തേക്കുന്നത്. ചേട്ടൻ DOP ആയിട്ട് കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ചേട്ടന്റെ ആദ്യത്തിലെ ആക്ടിങ് വെഞ്ചർ അടിപൊളി ടീമായിരുന്നു. എന്താ പറയാ, ഇറ്റ് വാസ് റിയലി നൈസ്. ഒരു ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു മൂവിയാണ്. എന്റെ ഫസ്റ്റ് മലയാളം പടമാണ്. ഇതിനു മുന്നേ ഞാൻ ചെയ്തിരിക്കുന്നത് തമിഴാണ്, ഡയറക്ടർ സമുദ്രക്കണി സാറിന്റെ ഒപ്പം അപ്പ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മലയാളത്തിലെ ഫസ്റ്റ് ഇതുപോലെ ഒരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതെ, ഇത് നമ്മുടെ ലൈഫില് ഇതുപോലത്തെ കുറെ പേര് നമ്മൾ കാണുന്നുണ്ടാവും. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് കാരണം ലൈഫ് തന്നെ ഫുൾ മാറിപ്പോകുന്നേ. ഇതിൽ ലവ് ഉണ്ട്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, പിന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള ചില പരിപാടീസ് ഉണ്ട്. അപ്പൊ മൊത്തത്തില് അടിപൊളി മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. ഒക്ടോബർ 18-നാണ് റിലീസ്. ട്രെയിലർ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഒരു പെർട്ടിക്കുലർ ആളുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്, ഈ ഡയറക്ടറിന്റെ സ്റ്റോറിയാണിത്. അപ്പോ ഫസ്റ്റ് തന്നെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിപ്പോ ട്രെയിലർ കാണുമ്പോൾ അതിനൊരു മെയിൻ പടത്തിന് മുന്നേ ഉള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതെ, മലയാളത്തിലെ ആദ്യത്തെ. അപ്പ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ സമുദ്രക്കണി സാറിന്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. തമിഴിൽ 4 പടം ചെയ്തിട്ടുണ്ട്. ബട്ട് മെയിൻ ആയിട്ടുള്ളത് അപ്പ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ കണി സാറിന്റെ. ഒരുപാട് സന്തോഷം തോന്നി. എന്താണ്, മലയാളത്തിൽ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ ക്യാരക്ടറിന്റെ പേര് കായൽ എന്നാണ്. ഒരു മോഡേൺ ഗേൾ ആണെങ്കിലും ഭയങ്കര ഫാമിലി ലവ് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ത്രില്ലർ ജോണർ ഉണ്ട്, പക്ഷെ അന്ന് അതേ സമയത്ത് ഒരു ഫാമിലി എന്റർടൈനർ ആണെന്നും പറയാം. സോ ഇറ്റ്സ് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറിയാണ്. ഇല്ല, സ്പിരിച്വൽ പരിപാടി ഒന്നുമില്ല. മെയിൻ ആയിട്ട് ഇതിന്റെ അകത്ത് നടക്കുന്ന കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺ ഉണ്ട്. അതിപ്പോ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയും കൂടി ഉണ്ടല്ലോ, മോർ ദാൻ വാട്ട് വി നോ. പൊതുവെ കള്ള് കുടിക്കുന്ന ഒരാള് ചേഞ്ച് ആവുന്നു, പക്ഷെ ഇതിന്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നത്? പൊതുവെ എന്തെങ്കിലും വലിയ ഇൻസിഡന്റ് വന്നിട്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു സട്ടിലായിട്ട് ഏതൊരു ആളുടെ ലൈഫിലും സംഭവിക്കാന്നുള്ള ഒരു സംഭവമാണ്. അത് കണ്ടപ്പോ എനിക്ക് ഫസ്റ്റ് ആയിട്ട് അതിന്റെ ഷോർട്ട് എന്റെ ചേട്ടൻ കാണിച്ചപ്പോ എനിക്ക് ഗൂസ് ബംസ് ആണ് ഉണ്ടായത്. ബിക്കോസ് ലൈക്ക് അത് ആക്ച്വലി ഒരു റിയൽ ആളുടെ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോ ഇങ്ങനെ ആൾക്കാർ നമ്മൾ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോ എനിക്ക് നേരിട്ട് എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ മദ്യപാനത്തില് വളരെ അകപ്പെട്ട് അഡിക്ഷനായി ലൈഫ് മോശമാക്കിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ ടച്ച് ആവും. ബിക്കോസ് ഏത് മിനിറ്റിലാണ് നമ്മുടെ ലൈഫ് തിരിയാന്ന് അറിയത്തില്ലല്ലോ, പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു പോകാം. സോ വി ഹാവ് ടു ബി ലൈക്ക് അത് ഒരു എന്താ പറയാ, ഒരുപാട് സന്തോഷത്തോടെയും ഹാപ്പിയോടെയും ചെയ്തൊരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അടുത്ത മാസം ഒക്ടോബർ 18-നാണ് റിലീസ്. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിദ്ധാർത്ഥ് DOP മീഹിമഴ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ചേട്ടന്റെ ഫസ്റ്റ് ആസ് എൻ ആക്ടർ ഉള്ളൊരു മൂവിയാണ്. പല ലുക്കിൽ ചേട്ടനെ കണ്ടു. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. ഇപ്പൊ വേറൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ന്യൂ കമേഴ്സ് ആണ്. പിന്നെ എന്റെ ഓൺ പ്രൊഡക്ഷനിൽ ഒരു സാധനം ചെയ്യുന്നുണ്ട്, വരുത്തുപോക്ക് എന്ന് പറഞ്ഞിട്ട്. അതൊരു 1 വീക്കിൽ എന്റെ ഫൈനൽ വരും. അപ്പോൾ വീണ്ടും നിങ്ങൾ എല്ലാവരും കാണാം. അല്ല, അത് ഒരു പ്രത്യേക ജോണറാണ്. ജോണർ ഞങ്ങൾ വിടുന്നില്ല. അതൊരു സർപ്രൈസ് ആയിരിക്കും. മലയാളത്തിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. അപ്പോൾ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. വരുത്തുപോക്കെന്നാണ് എന്റെ പേര്. അല്ല, ഹൊറർ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ജോണർ. മലയാളത്തിൽ ആ ഒരു ജോണർ വന്നിട്ടില്ല. സംവിധായകന്റെ പേര് ജിത്തു കൃഷ്ണൻ.
ഇവിടെ ഉണ്ട് ആക്ച്വലി, ഇത് അയാളാണ്. പുള്ളി ഫ്രാൻസിൽ ചെയ്തിട്ടുണ്ട്. അയാളുടെ ഒരു ഷോർട്ട് ഫിലിം ക്യാൻസിൽ സെലക്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അവാർഡിനും അയക്കാൻ പ്ലാനിൽ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.